Next type of operators is relational and logical operators. എന്താണ് relational and logical operators എന്താണെന്ന് നോക്കാം. The term relational refers to relationship that data items can have with one another, while logical refers to the ways by which relationships are connected. So relational and logical operators, അതിൽ relational എന്ന് വെച്ചാൽ എന്താണ്? Relational എന്ന് പറഞ്ഞാൽ relationship that data items can have with one another. Relationship data items can have with one another. ഡേറ്റ ഐറ്റംസ് തമ്മിൽ ഉണ്ടാവാവുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് റിലേഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ഐറ്റംസ് തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പ്, അതാണ് റിലേഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the term logical. The term logical refers to ways by which relationships are connected. Ways by which relationships are connected. ഈ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലോജിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So expressions that use logical or relational operators yield either true or false as the outcome. So logical operators or relational operators ഉള്ള എക്സ്പ്രഷൻസിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷൻസിന്റെ ഔട്ട്കം will be true or false. So the outcome will be true or false. ലോജിക്കൽ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷൻസിന്റെ ഔട്ട്കം വിൽ ബി ട്രൂ ഓർ ഫോൾസ്. ലോജിക്കൽ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. In C++, true is any value other than 0 and false is 0. നമ്മൾ നേരത്തെ ബൂളിയന്റെ കേസിൽ പറഞ്ഞു false ആണെങ്കിൽ വാല്യൂ 0യും true എന്ന് പറഞ്ഞാൽ any non zero value. So relational and logical expressions എപ്പോഴും 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും for false and 1 for true. True എന്ന് പറഞ്ഞാൽ 1ഉം false ആണെങ്കിൽ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. Now let us see what are the relational operators. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ വേണം C++ൽ ഉപയോഗിക്കാൻ. പ്രോഗ്രാമിംഗിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് എഴുതുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദെൻ നമ്മൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഈക്വൽ സൈൻ ഒന്നിച്ചിടണം. ഇങ്ങനെയാണ് ഈക്വൽ ടു. Then this is not equal to, exclamation mark നോട്ടും ഇത് ഈക്വൽ, രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നോട്ട് ഈക്വൽ ടു. ഇത്രയുമാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഡബിൾ ഈക്വൽ ഇട്ടാലാണ് നമ്മൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് എയും ബിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് എഴുതി നോക്കണം. അപ്പോഴാണ് എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. Then logical operators are not or and. Not or and. Not or and. ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്.
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. int a equal to 5 അല്ല a equal to 7, b equal to 5, float f equal to 6.5, char k is equal to w. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് നോക്കാം. a less than b ചെക്ക് ചെയ്യുക. a less than b ആണോ? 7 less than 5 ആണോ? a യുടെ വാല്യൂ 7, b യുടെ വാല്യൂ 5. a less than b ആണോ? അല്ല. so this is false. അപ്പം 0 വാല്യൂ റിട്ടേൺ ചെയ്യും. എക്സ്പ്രഷന്റെ വാല്യൂ 0 ആയിരിക്കും, കാരണം അത് false ആണ്. now f greater than 4, f ന്റെ വാല്യൂ 6.5, അത് 4 നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഇത് ട്രൂ ആണ്. സോ വാല്യൂ എത്ര? 1 വരും. ഇനി k equal to 119, k 119 ഈക്വൽ ആണോ എന്ന് നോക്കണം. ഇവിടെ ആസ്ട്രിക് വാല്യൂ എടുക്കുമ്പോൾ ആസ്കി വാല്യൂ എടുക്കുമ്പോൾ w ന്റെ 119 എന്ന് കിട്ടും. സോ k ഈക്വൽ ടു 119 ആണ്. സോ ഇറ്റ് ഇസ് ട്രൂ. സോ 1 എന്ന് വരും. ഈ ആൽഫബറ്റ്സിന് ഫ്രം ക്യാപിറ്റൽ A to ക്യാപിറ്റൽ Z ആൻഡ് സ്മോൾ a to സ്മോൾ z അതിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. സോ ഇവിടെ k ഈക്വൽ ടു 119 എന്ന് പറഞ്ഞാൽ w ന്റെ ആസ്കി വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. w ന്റെ ആസ്കി വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് 119 ആണ്. സോ ഇറ്റ് ഈസ് ട്രൂ. പിന്നെ k നോട്ട് ഈക്വൽ ടു s, k s ന് ഈക്വൽ ആണോ? അല്ല. k നോട്ട് ഈക്വൽ ടു s ആണ്. അപ്പോൾ ഇത് ട്രൂ. അഗൈൻ 1 റിട്ടേൺ ചെയ്യും. a plus f less than or equal to 10. a എത്രയാണ്? 7. f എത്രയാണ്? 6.5. a plus f ചെയ്യുമ്പോൾ 13.5 കിട്ടും. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല. false. അപ്പോൾ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യും? 0. സോ ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് വരുന്നത്. ട്രൂ ആണെങ്കിൽ 1 എന്നും ഫാൾസ് ആണെങ്കിൽ 0 എന്നും വരും. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ ഫോർ logical operators. Truth table for logical operators. A and B, A or B not of A. Truth table നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നും ട്രൂവും ഫോൾസും ട്രൂത്ത് ടേബിളിൽ എയും ബിക്കും വരുന്ന വാല്യൂസ്, എക്കും ബിക്കും ഉള്ള പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫോൾസ്. എ ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. സിമിലർലി ബി ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഫോൾസ് ആണെങ്കിൽ 0 എന്നും ട്രൂ ആണെങ്കിൽ 1 എന്നും റെപ്രസെന്റ് ചെയ്യും. സോ അത് വെച്ചിട്ട് ലോജിക്കൽ ഓപ്പറേഷൻ നടത്തി നോക്കും. 0 0 1 1 0 1 1 0. ഫസ്റ്റ് നോക്കിക്കേ, A 0 B 0. A false B false. A false. അപ്പോൾ നമ്മൾ ആൻഡ് എടുത്ത് നോക്കാം. A യും false B യും false. അപ്പോൾ A ആൻഡ് B എടുക്കുമ്പോൾ എന്ത് വരും? false വരും. ഇനി A false B true. A 0 B 1 എന്ന് പറഞ്ഞാൽ A false B true. അപ്പോൾ A and B എടുക്കുമ്പോൾ false and true again false. ഇനി A true B true. So true and true. A and B എന്ന് പറയുമ്പോൾ true and true. True. A true B false. That is അപ്പോൾ A and B എന്ന് പറയുമ്പോൾ true and false. Again false. ഇനി നമുക്ക് or നോക്കാം. A false B false. So A or B എന്ന് പറയുമ്പോൾ false or false? False. A false B true. So A or B എന്ന് പറയുമ്പോൾ false or true? True. A true B true. That is 1 and 1.
A true, B true. So A or B എന്ന് പറയുമ്പോൾ true or true? True. A true, B false. True or false? True. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആൻഡ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ ആൻഡ് എടുക്കുമ്പോൾ ഫോൾസ് വരും. ട്രൂവിന്റെ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഓർ എടുക്കുമ്പോൾ ട്രൂ വരും. ഇനി നോട്ട് ഓഫ് എ, ഇവിടെ എ ഫോൾസ്, അപ്പൊ നോട്ട് ഓഫ് എ എടുക്കുമ്പോൾ ട്രൂ. എ ഫോൾസ്, നോട്ട് ഓഫ് എ എടുക്കുമ്പോൾ ട്രൂ. എ ട്രൂ, സോ നോട്ട് ഓഫ് എ എടുക്കുമ്പോൾ ഫോൾസ്. എ ട്രൂ, നോട്ട് ഓഫ് എ എടുക്കുമ്പോൾ ഫോൾസ്. അതിന്റെ നെഗേഷൻ വരും. ഇങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ. ഇനി നമുക്ക് ഹൈറാർക്കി നോക്കാം. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പോലെ റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനും ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി സോ റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനും ഹൈറാർക്കി ഉണ്ട്. എങ്ങനെയായിരിക്കും ഹൈറാർക്കി എന്ന് നോക്കാം. ആദ്യം വരുന്നു നോട്ട്, ആദ്യം വരുന്നു നോട്ട്, പിന്നെ വരുന്നു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ഓർഡറിലാണ് ഹൈറാർക്കി. അത് കഴിഞ്ഞ് വരുന്നു ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, പിന്നെ വരുന്നു ആൻഡ്, പിന്നെ വരുന്നു ഓർ. സോ റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ഹൈറാർക്കി ഇങ്ങനെയാണ്. ആദ്യം വരുന്നു നോട്ട് ഓപ്പറേറ്റർ, പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു, പിന്നെ ആൻഡ് വരുന്നു, പിന്നെ വരുന്നു ഓർ. ആൻഡ് അസോസിയേറ്റിവിറ്റി ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അസോസിയേറ്റിവിറ്റി ഇവിടെയും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. So the next set of operator is assignment operators. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈക്വൽ ടു സിമ്പിൾ ആണ്. ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു ഫോം അസൈൻമെന്റ് എക്സ്പ്രഷൻസ് which assign the value of an expression to one or more identifiers. To assign value of an expression to one or more identifiers. ഒന്നിലധികം ഐഡന്റിഫയേഴ്സിന്റെ വാല്യൂ ഒരു എക്സ്പ്രഷനിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വേരിയബിളിലോട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. അതായത് a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 എന്ന വാല്യൂ a എന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. അതായത് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. അങ്ങനെയാണ് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി വേറെ അഡീഷണൽ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, equal to, slash equal to and modulus equal to. ഇതിനെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എയുടെ വാല്യൂ 5, a പ്ലസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ എയുടെ വാല്യൂ എന്തായിരുന്നോ അതിന്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്യാം. അതാണ് ഇതിനെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത്രയും വാല്യൂ കൂടെ അതിന്റെ കൂടെ ഈ ഓപ്പറേഷനും കൂടെ ചെയ്യണം. a പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ പ്ലസ് 5 ആക്കണം. അപ്പൊ a മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. എയുടെ വാല്യൂ 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് എത്രയാണോ വരുന്നത് അതായിരിക്കും എയുടെ വാല്യൂ. എയുടെ കൂടെ 5 ആഡ് ചെയ്തിട്ട് എത്ര വരുന്നു അത് എയുടെ വാല്യൂ. ഇവിടെ എയുടെ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അതാവും എയുടെ വാല്യൂ. സോ ഇതിനെല്ലാം അഡീഷണൽ
അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സിനും താഴെയാണ്. ദേ ഹാവ് ലോവർ പ്രിസിഡൻസ്. ഹൈറാർക്കി നോക്കുമ്പോൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് ഏറ്റവും താഴെയാണ്. ഇതിന്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അസോസിയേറ്റിവിറ്റി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇതിന്റെ അസോസിയേറ്റിവിറ്റി. റൈറ്റിൽ ഇരിക്കുന്ന വാല്യൂ ലെഫ്റ്റിൽ ഇരിക്കുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. നെക്സ്റ്റ് ഇസ് size of operator. ഈ size of operator എന്ന് പറഞ്ഞാൽ returns the number of bytes the operand occupies in the memory. Returns the number of bytes operands occupied in memory. Size of operator ആക്ട് ചെയ്യുന്ന ഓപ്പറാൻഡ് മെമ്മറിയിൽ എത്ര ബൈറ്റ്സ് ഓക്യുപ്പൈ ചെയ്യുമോ ആ വാല്യൂ ആണ് ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ റിട്ടേൺ ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്യുന്നത് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന ഓപ്പറാൻഡ് മെമ്മറിയിൽ എത്ര ബൈറ്റ്സ് ഓക്യുപ്പൈ ചെയ്യുമോ ആ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദി ഓപ്പറാൻഡ് ക്യാൻ ബി എ വേരിയബിൾ, കോൺസ്റ്റന്റ് ഓർ ഡേറ്റ ടൈപ്പ്. അത് വേരിയബിൾ ആകാം, കോൺസ്റ്റന്റ് ആകാം, ഡേറ്റ ടൈപ്പ് ആകാം. ദി ഓപ്പറാൻഡ് ക്യാൻ ബി, ഇതിനകത്ത് വരുന്ന ഓപ്പറാൻഡ് വേരിയബിൾ ആകാം, കോൺസ്റ്റന്റ് ആകാം, ഡേറ്റ ടൈപ്പും ആകാം. ഇതൊരു കമ്പൈൽ ടൈം ഓപ്പറേറ്റർ ആണ്. അതായത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് ഈ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കമ്പൈൽ ടൈം ഓപ്പറേറ്റർ. It always precedes the operand. The operator always precedes the operand. ഓപ്പറാൻഡിന് മുമ്പായിരിക്കും സൈസ് ഓഫ് ഓപ്പറേറ്റർ വരുന്നത്. സോ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ ഓപ്പറാൻഡ് മെമ്മറിയിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ബൈറ്റ്സ് എത്രയാണോ അതാണ് കിട്ടുന്നത്. ആ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് വേരിയബിൾ ആകാം, കോൺസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ ടൈപ്പ് ആകാം. ഇതൊരു കമ്പൈൽ ടൈം ഓപ്പറേറ്റർ ആണ്. അതായത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് അതിന്റെ കമ്പൈലർ റൺ ചെയ്ത് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കും. കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. സോ കമ്പൈൽ ടൈം ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓൾസോ ദിസ് ഓപ്പറേറ്റർ പ്രിസീഡ്സ് ദി ഓപ്പറാൻഡ്. ഈ ഓപ്പറേറ്റർ എപ്പോഴും ഓപ്പറൻഡിന് മുമ്പേ ആയിരിക്കും വരുന്നത്. Now, the last type of operator is conditional operator. So, conditional operator എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് വരുന്നത്. Question mark followed by colon. It is used as an alternative to if-else statement. if-else സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. if-else സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇനി പഠിക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് conditional operator. Any expression which includes a conditional operator is called a conditional expression. So conditional operator വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിനെ കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. ഇതിന്റെ ജനറൽ സിന്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ ഫോം ഓർ സിന്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. Expression 1 question mark, expression 2 colon expression 3. So ഈ
ക്വസ്റ്റ്യൻ മാർക്കും കോളനും കൂടെ ചേർന്ന് വരുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എത്ര എക്സ്പ്രഷൻസ് വേണം? 1 2 3. അതായത് ഈ ഓപ്പറേറ്ററിന് 3 ഓപ്പറൻസ് വേണം. സോ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ ternary operator എന്നും വിളിക്കും. Why? Because the operator acts on 3 operands. Operator acts on 3 operands. അതുകൊണ്ട് അതിനെ ternary operator എന്നും വിളിക്കും. 2 ഓപ്പറൻസിൽ ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ബൈനറി ഓപ്പറേറ്റർ എന്നും, ഒറ്റ ഓപ്പറൻഡ് മതിയെങ്കിൽ യൂണറി ഓപ്പറേറ്റർ എന്നും വിളിക്കും. സോ 3 ഓപ്പറൻസ് വേണം, അതുകൊണ്ട് ternary operator എന്ന് വിളിക്കും. അതിന്റെ സിന്റാക്സ് ആണിത്. എക്സ്പ്രഷൻ 1 question mark, expression 2 colon, expression 3. So ഇതില് if expression 1 is true, expression 1 true ആണെങ്കിൽ evaluate expression 2. expression 1 false ആണെങ്കിൽ evaluate expression 3. അങ്ങനെയാണ് ഈ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും. എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. അതല്ല എക്സ്പ്രഷൻ 1 false ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്യും. Conditional expression may appear on the right hand side of a simple assignment statement. ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഇത് വരാം. Conditional expression may appear on RHS of assignment operator. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് കണ്ടീഷണൽ എക്സ്പ്രഷൻ വരാം. Then the value of conditional expression is assigned to the identifier on left side. Value is assigned to identifier on left side. Conditional expression the value left side il varuna assign identifier ലോട്ടാണ് assign ചെയ്യുന്നത്. Example x greater than 0 question mark. x greater than 0 ആണെങ്കിൽ p യുടെ വാല്യൂ വരും. അതല്ല x greater than 0 അല്ലെങ്കിൽ q ന്റെ വാല്യൂ. ഇതൊരു എക്സാമ്പിൾ. ഓർ k equal to x equal to 12 question mark 12.385. അതായത് ഇതാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ കണ്ടീഷണൽ പ്രൂഫ് വരുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? എക്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. എക്സിന്റെ വാല്യൂ 12നോട് ഈക്വൽ ആണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 12.385 ആയിരിക്കും. മറിച്ച് എക്സ് ന്റെ വാല്യൂ 12നോട് ഈക്വൽ അല്ലെങ്കിൽ കെയുടെ വാല്യൂ 15.836 ആയിരിക്കും. So this is about conditional